ഭാരതിയമ്മ എന്ന 72 വയസ്സുള്ള അമ്മയാണ് ഹിറ മസ്ജിദ് പള്ളിയിൽ ഇപ്പം ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ദ റിയൽ കേരള സ്റ്റോറിയാണ്. മതത്തിൻ്റെ പേരിൽ നടക്കുന്ന, സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്ന വെറുപ്പിൻ്റെ കമ്പോളത്തിൽ എങ്ങനെയാണ് ഈ സ്നേഹം വാരി വിതറി അമ്മ ഇവിടെ എത്തുന്നതെന്ന് നമുക്ക് ചോദിച്ചറിയാം. എൻ്റെ പേര് ഭാരതി, എല്ലാവരും എന്നെ ഭാരതി അമ്മ എന്ന് വിളിക്കുന്നത്. ഞാൻ 10-20 വർഷമായി ഇവിടെ എല്ലാം ശുദ്ധീകരിച്ച് പോകുന്നു. മിക്ക ദിവസങ്ങളിലും ഞാനിവിടെ വന്ന് അടിച്ചു വാരി കളയാറുണ്ട്. എങ്ങനെയാണ് അമ്മയുടെ ഒരു ദിവസം രാവിലെ ഈ പള്ളിയിൽ വന്നിട്ട് തുടങ്ങുന്നത്? എങ്ങനെയാ തുടങ്ങണത്? ഞാൻ വന്ന് നട തൊട്ട് തൊഴുത് പ്രാർത്ഥിച്ചിട്ടേ ഞാൻ എന്തും ചെയ്യുള്ളൂ. എന്താണ് വിശ്വാസം, എന്നെ കാക്കണ്ടെന്നുള്ളത് ഒരു വിശ്വാസമാണ് എനിക്ക്, എന്നെ അത് പ്രേരിപ്പിച്ചേക്കണേ. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യും. അത് എന്നും ഇന്നൊന്നല്ല, എന്നും അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവർക്കും എന്നെ കാക്കും. ഈ പള്ളിക്കകത്ത് കയറിയിട്ടുണ്ടോ? ഞാൻ ആദ്യമൊക്കെ അടിച്ചു വരാറുണ്ട്. അമ്മക്ക് ഇപ്പോഴും പള്ളിയിൽ കയറുമ്പോ എന്താ പെട്ടെന്ന് ഫീൽ ചെയ്യുന്നത്? എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിട്ടാ തോന്നുന്നത്. അസ്വസ്ഥതൊക്കെ കുറയാണ്. ഇപ്പൊ പള്ളിയിലെ ആളുകൾ എങ്ങനെയാ അമ്മയോട്? എന്റെ മക്കളേലും കാര്യമായിട്ടാണ് അവരെന്നെ കൊണ്ടുനടക്കണേ. ഇന്നും അതെ, എന്നും അതെ. കഴിഞ്ഞ ദിവസം അമ്മേനെ ആദരിച്ചു എന്ന് കേട്ടല്ലോ, എന്തായിരുന്നു സംഭവം? പെരുന്നാളിനും അതെ, പിന്നെ ഇന്നാള് കഴിഞ്ഞ തിങ്കളാഴ്ചയും വന്ന് ഒരു മാഷൊക്കെ ആദരിച്ചു. ചേച്ചി ഞങ്ങളെ എല്ലാമാണ്, എല്ലാ കാര്യത്തിലും ഞങ്ങൾ ഒരേപോലെ ഞങ്ങളുടെ സഹോദരി ഒരു അമ്മയുടെ ആ ഒരു ഇതിലാണ് ഞങ്ങൾ കാണുന്നത്. ആ ഒരു സന്തോഷമാണ് ഞങ്ങൾക്ക്. പ്രത്യേകിച്ച് ഒരു അന്യവാസം ഇവിടെ പണിയുമ്പോൾ, ഇവിടെ ജോലി എടുക്കുമ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ സന്തോഷമാണ്. കാരണം ഞങ്ങളുടെ ഇത് അവർക്ക് ബോധ്യപ്പെടുമല്ലോ. ഇന്നത്തെ കാലഘട്ടത്തിൽ ശരിക്ക് വംശീയതയും വർഗീയതയും പറഞ്ഞു പരത്തുന്ന ഒരു കാലഘട്ടമാണ്. യഥാർത്ഥത്തിൽ ഒരു മതത്തിന്റെ അന്തസ്സത്തെ, ഏത് മതത്തിന്റെ അന്തസ്സത്തെ ഉൾക്കൊണ്ടാലും അങ്ങനെ ഒരു വർഗീയതയും വംശീയതയും ഇല്ല. അധികാരമാണെന്നാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടേക്കണേ. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ളത് ജനങ്ങളെ കാണിക്കേണ്ടത്, ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതും നമ്മുടെ ബാധ്യതയാണ്. ഈ വംശീയതയും വർഗീയത അല്ല മതം പറയണ എന്നുള്ളൊരു കാര്യം നമ്മൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ഈ പള്ളിയിൽ നീറ്റ് പരീക്ഷയ്ക്ക് എത്തിയ പേരൻസിനെല്ലാം റെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ കൊടുത്തിരുന്നു. പ്രളയ സമയത്ത് ഇതുപോലെ എല്ലാം ഒന്നുമില്ല, മതം ഒന്നുമില്ല, രക്ഷപ്പെടുക, ആളുകൾക്ക് ഇരിക്കുക എന്നുള്ള. പിന്നീട് ആ പ്രളയം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നീട് എല്ലാം പൊങ്ങി വന്നു. ഇപ്പൊ ഇങ്ങനെ ഒരു അവസരത്തിൽ എങ്ങനെയാണ് അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് വന്നത് ഈ പള്ളിയുടെ? ഓരോ പ്രദേശത്തെയും ആരാധനാലയങ്ങൾ യഥാർത്ഥത്തിൽ ആ പ്രദേശങ്ങളിലെ പ്രകാശഗോപുരങ്ങളാകേണ്ടതാണ്. അതിന് തടസ്സം നിൽക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ മനുഷ്യർക്കിടയിൽ വൈവിധ്യങ്ങൾ ഉണ്ടാകും, മനുഷ്യർക്കിടയിൽ വെറുപ്പുകൾ ഉണ്ടാകുന്നത്, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിയാതിരിക്കുക. ഈ ആസുരമായ കാലഘട്ടത്തിൽ മനുഷ്യനെ തമ്മിൽ അകറ്റുവാനല്ല, മറിച്ച് മനുഷ്യനെ അടുപ്പിക്കുവാൻ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെറുപ്പിൻ്റെ കമ്പോളങ്ങൾ ഇവിടെ തുറന്നു വെക്കപ്പെടുമ്പോൾ സ്നേഹത്തിൻ്റെതായ ചില ഇടങ്ങൾ നമുക്കുണ്ടെങ്കിൽ മാത്രമേ അടുത്ത തലമുറക്ക് നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ കഴിയുള്ളൂ. നീറ്റ് പരീക്ഷയ്ക്ക് വന്ന രക്ഷിതാക്കൾ അവർ ഇവിടെ, ഈ പ്രദേശം നമുക്കറിയാം ഒരു ഗ്രാമമാണ്, അതുകൊണ്ട് അവർക്ക് ഇവിടെ സൗകര്യങ്ങൾ ഒന്നുമില്ല. ഇവിടെ ഗേറ്റ്, അവർ കുട്ടികളെ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഗേറ്റ് അടക്കുകയാണ്, അവരിവിടെ തെരുവിൽ നടക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് ഇതറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ അതിന് മുമ്പേ തന്നെ ഇവിടെ ഇതിൻ്റെ സംഘാടകർ, ഇതിൻ്റെ കമ്മിറ്റിക്കാർ അവർക്ക് വേണ്ടുന്ന വിഭവങ്ങൾ പള്ളി സമ്പൂർണ്ണമായിട്ട് തുറന്നിട്ടു. സ്ത്രീകൾക്കും കുട്ടികൾക്കും വിശ്രമിക്കുവാനും കിടക്കുവാനും വായിക്കുവാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ കൊടുത്തു. അവർക്ക് ആവശ്യമായ ഭക്ഷണങ്ങൾ കൊടുത്തു. ദാഹജലം, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്